ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു കപ്പ് നന്നായി കുതിർത്ത അരി ഒരു മിക്സിംഗ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ തരിയൊക്കെ മാറുന്ന വിധം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇവിടെ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ നല്ല ചൂടാക്കിയ മാവ് മാറ്റാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചെടുത്ത് മാവ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന്. ചെറിയ ചെറിയ ബോൾസ് ഒന്നും വരാത്ത രീതിയിൽ അതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ വെള്ളം ഫുള്ളൊന്ന് സ്പ്രെഡായിരിക്കണം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ കാണുന്ന രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായി കറക്റ്റായി എന്നാണ് അർത്ഥം. ഫുള്ളൊന്ന് നന്നായി മിക്സ് ആയി കൊടുക്കുക. എന്നിട്ടൊരു പുട്ടുകുറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നടുഭാഗത്ത് കുറച്ച് തേങ്ങയും കൂടെ വയ്ക്കാം. തേങ്ങ കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ കൂടുതലും കൂടെ വച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ മുകൾ ഭാഗത്തിലും കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് കേരള പുട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുട്ട് തന്നെയാണ്. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.